ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു വാർഡ്രോബ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യാം. നമ്മളിവിടെ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലിലാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് അലുമിനിയം ഫ്രെയിം ഡോർ ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് ഡോർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. റാക്ക് 17 mm വരുന്ന ബോർഡ് ആയിട്ട് നമ്മൾ റാക്ക് പാർട്ടീഷൻ ചെയ്തു. ബാക്ക് പാനലിങ്ങിനായിട്ട് 8 mm യൂസ് ചെയ്തു. ഫുൾ ബോക്സ് വർക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെൻസിറ്റിയുടെ കാര്യങ്ങളൊന്നും പ്രോബ്ലം വരുന്നില്ല. നമ്മൾ അലുമിനിയം ഫ്രെയിമിലാണ് ഇതിന്റെ റിബിറ്റ് പഞ്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഡോർ ബെൻഡ് ആവുക കാര്യങ്ങളൊന്നും ഇഷ്യൂസ് വരാറില്ല ഫാബ്രിക്കേഷൻ മെത്തേഡിൽ. ഈ കാണുന്ന ഫിനിഷിംഗ് ആണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ ലിപ്പ് കാണുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കിന്റെ ലിപ്പ് കാണാത്ത രീതിയിൽ റോട്ടർ ചെയ്തിട്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ടെർമിനേറ്റ് പ്രൂഫും ആണ് ഈ ഒരു മെത്തേഡിൽ വാർഡ്രോബ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ വാർഡ്രോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മാർക്കറ്റിലെ പ്രൊഡക്റ്റുകളുടെ പ്രൈസിനനുസരിച്ചിട്ടാണ് ഇതിൽ വരുന്ന ഫുൾ ഫിനിഷിംഗ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇൻസൈഡ് വരുന്ന ബോർഡിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റും അതുപോലെ ഈ ഒരു ഡോറിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൈസ് വരുന്നത്. പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിങ് സ്ക്വയർ ഫീറ്റിന് 1200 രൂപ മുതൽ 1600 രൂപ വരെ ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു വാർഡ്രോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയി നമ്മൾ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.